ഹായ് ഓൾ, ഇത് ടർക്കിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ടർക്കി അന്റാലിയയിലെ രണ്ടാമത്തെ ദിവസം. ഞങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ത്രൂ ഔട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് ടീ ആണ്. ഇത് ലുക്ക് ലൈക്ക് കട്ടൻ ചായ തന്നെയാണ്, പക്ഷേ ടേസ്റ്റും ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന കട്ടൻ ചായ പോലെ അല്ല ഇതിൻ്റെ പ്രോസസ്സ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസും കാണാൻ നല്ല രസമില്ലേ. 2 സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാലാവസ്ഥ അത്ര പോരാ. ഞങ്ങൾ നോക്കട്ടെ എന്താവും ഇന്നത്തെ പരിപാടികൾ. അതെ, ഓക്കെ. ഇവിടെ നിന്നൊരു 14 മിനിറ്റ് നടപ്പും കൂടി നമുക്ക് അങ്ങോട്ടേക്കുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും റോഡും. ഈ വഴിയാണ് നേരെ ബീച്ചിലേക്കുള്ള റോഡ്. ഞങ്ങൾ ബീച്ചിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ടർക്കിയിൽ ചെന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് ഇതുപോലെ ഒരുപാട് നാരങ്ങ മരങ്ങൾ ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴി അതൊക്കെ ഓരോന്നൊക്കെ പറിച്ച് ബാഗിലേക്ക് ഇട്ടു കേട്ടോ. ഞങ്ങൾ നടന്ന് അങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കൊണിയാറ്റി ബീച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. എന്താ ഈ ബീച്ചിനടുത്ത് എത്തുമ്പോഴേക്കും ഇവിടെ ഫുള്ള് കല്ലുകളാണ്. അയ്യോ അതിൻ്റെ കളർ കണ്ടോ വെള്ളത്തിൻ്റെ. നമ്മുടെ നാട്ടിലൊന്നും ഈ കളറല്ല കടലിൽ. ബട്ട് ഇറ്റ്സ് നൈസ്. സീ സൂപ്പർ പോലെ നല്ല ബ്ലൂഷ് കളർ. കടലിൻ്റെ നമ്മൾ മാപ്പിലൊക്കെ കാണിക്കില്ലേ കളർ, ആ സെയിം കളർ തന്നെയുണ്ട്. ബീച്ചിൻ്റെ സൈഡ് തന്നെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മളവിടെ ഒന്നും സ്പെൻഡ് ചെയ്തില്ല അധികം സമയം. കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. കാരണം നമുക്ക് ഈവനിങ് ഇസ്താംബൂളിലേക്ക് നമുക്ക് ബസ് എടുക്കണം. അപ്പോൾ എന്തെങ്കിലും കയറി എൻഗേജ്ഡ് ആയാൽ നമുക്ക് ചിലപ്പോൾ ബസ് മിസ്സാവും. അപ്പോൾ നമ്മൾ ഓർത്തു ഇവിടെ ജസ്റ്റ് ഒന്ന് ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നിയർ ബൈ ഒരു മോളുണ്ട്, അങ്ങോട്ടേക്ക് പോയി അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ബസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. സാറ ബാക്കി എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. പരിബൂസ് യൂണിവേഴ്സ്, ഐ തിങ്ക് ഇറ്റ്സ് തിയേറ്റർ. ഓക്കെ, നമുക്ക് എന്തായാലും ഷോപ്പിംഗ് മാളിൽ കറങ്ങാം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. നമുക്ക് 7 മണിക്ക് ഇവിടുന്ന് ബസ് എടുത്ത് ഇസ്താംബൂളിലേക്ക് പോകണം. അപ്പോൾ 7 മണി വരെ നമുക്ക് ഇവിടെ സിറ്റിയിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കോറൊക്കെ അടിപൊളിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. അത്യാവശ്യം നല്ലൊരു മോളാണ്. ഇത് അന്റാലിയയിലെ ഒരു മോളിലെ ട്രീ ആണ്. അടിപൊളിയല്ലേ. ഒരുപാട് ഷോപ്സ് ഉണ്ട്, നല്ല റേറ്റും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്നും തന്നെ വാങ്ങിയില്ല. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരു ബെഞ്ചിലിരുന്നപ്പോഴേക്കാണ് തൊട്ട് ഫ്രണ്ടിൽ വന്നൊരു പൂച്ചക്കുട്ടി ഇങ്ങനെ നിൽക്കുക. നമ്മൾ തൊട്ടടുത്ത് കൈ കൊണ്ട് ചെന്നാൽ അത് അനങ്ങത്തില്ല, അത് അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നേ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല അന്ന ദിവസം. പിന്നീട് അന്ന് രാത്രി ഞങ്ങൾ ബസ് എടുത്തു, ഇസ്താംബൂളിലേക്ക് ബസ് എടുത്തു. ഒരു മോർണിംഗ് ഒരു എനിക്ക് തോന്നുന്നു 9 AM ആയപ്പോഴേക്കും നമ്മൾ അവിടെ ഇസ്താംബൂളിലെ ഹോട്ടലിലെത്തി. അതിനുശേഷം ഞങ്ങൾ ഒരു 11:30 ഒരു ക്രൂയിസിൽ ഒരു സൈറ്റ് സീയിങ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ജസ്റ്റ് ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് വേഗം അങ്ങോട്ടേക്ക് പോയി. കാരണം 10:45 ഞങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അങ്ങോട്ടേക്ക് പോയി ആ ക്രൂയിസ് എടുക്കുകയാണ് ചെയ്തത്. റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അടുത്തത് ഞാൻ കുറച്ച് ക്രൂയിസിലെ ഫോട്ടോസും വീഡിയോസും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇസ്താംബൂളിൻ്റെ സിറ്റി. ആ ഭാഗമാണ് സിറ്റി പാർട്ടുള്ളത്. ഇവിടെ ഈ ഇസ്താംബൂളിന് ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 2 പാർട്ടുണ്ട്. ഏഷ്യൻ പാർട്ടും ഉണ്ട്, യൂറോപ്പ് പാർട്ടും ഉണ്ട്. അത് ഇതാക്കുന്നത് ഒരു പാലം, ഒരു ഫോസ്ഫറസ് പാലമുണ്ട്, ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ ഒരു അപ്പുറം എന്ന് പറയുന്നത്
ഏഷ്യൻ പാർട്ടാണെങ്കിൽ ഇപ്പുറം യൂറോപ്യൻ പാർട്ടാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്ന ഈ സൈറ്റ് സീയിൽ ഈ 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം കാണുന്നില്ല, അതൊരു പാലസാണ്, ഫേമസ് ആയിട്ടുള്ളൊരു പാലസ് എന്നാണ് പറയുന്നത്. ഇസ്താംബുളിൽ ഒരുപാട് ഇതുപോലത്തെ മോസ്കുകളുണ്ട്. അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് മോസ്കാണിത്. പിന്നീട് ഞങ്ങൾ ഈവനിങ് ഒരു ക്രൂസിൽ തന്നെ ഒരു ഡിന്നറാണ് അറ്റൻഡ് ചെയ്തത്. അവിടെ നല്ലൊരു ഡിന്നറും അതോടൊപ്പം തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും അവരുടെ ഒരു കൾച്ചറൽ ഇവൻറ്റ്സ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിന്നർ ക്രൂയിസായിരുന്നു അത്. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു അന്നത്തെ നൈറ്റ്. ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റണില്ല. പറഞ്ഞ പോലെ ഡിന്നർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ കുറച്ചതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്.
കൾച്ചറൽ ഇവൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഒന്ന് ചീറപ്പാവാനൊക്കെ ഒരു DJ പാട്ട് കിട്ടുമെന്ന്. അപ്പം അവിടെ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്ത് കുറേ പേര് ഒരുമിച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രി അങ്ങനെ ഒരു 11 മണിയായപ്പോഴേക്കും ഫംഗ്ഷനെല്ലാം തീർന്ന് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി.